സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ഹാബിൽ. അപ്പോൾ എപ്പിസോഡ് 10, 10ാമത്തെ എപ്പിസോഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഞാൻ ഒരിക്കലും ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിലും പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത്രയും എപ്പിസോഡ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ ഈ എപ്പിസോഡ് 10 ഇന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ റീസണേ ഉള്ളൂ, അത് നിങ്ങളാണ്. ഞാൻ വെറുതെ പറയല്ല. കാരണം ഞാൻ ഈ എപ്പിസോഡ് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അത്ര നന്നായിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോമന്റ് സെക്ഷനിലായിക്കോട്ടെ, മെസ്സേജിങ്ങിലായിക്കോട്ടെ, നിങ്ങൾ നല്ല രീതിയിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് റെസ്പോൺസ് തരുന്നുണ്ട്. കോമന്റ് സെക്ഷനിലൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ റെസ്പോൺസ് തരുന്നുണ്ട്. എൻ്റെ എല്ലാ വീഡിയോസിനും സ്ഥിരമായിട്ട് കോമന്റ് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. ആ ആളുകൾ എനിക്ക് വ്യക്തമായിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ശ്രദ്ധിക്കും, അത്രയും എഫേർട്ട് എടുത്തിട്ട് നമുക്ക് വേണ്ടി കോമന്റ് ഒക്കെ ഇടുന്ന ആൾക്കാർ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കും. ഈവൻ ഷോർട്സിൽ പോലും, അതായത് ലോങ് വീഡിയോസിൽ കമന്റ് ഇട്ട് അതേ ആളുകൾ ഒന്ന് ഷോർട്സിൽ വരെ കമന്റ് ഇടുന്നുണ്ട്. സോ ഈ ഒരു എപ്പിസോഡ് 10 എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവരോടും താങ്ക്സ് പറഞ്ഞിട്ടാണ്, നന്ദി പറഞ്ഞിട്ടാണ്. കാരണം ഈ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും എപ്പിസോഡ് 10 എന്നുള്ള ഈ ഒരു വീഡിയോ ഉണ്ടാവില്ല. സോ ഇന്ന് 10 വീഡിയോസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 10ാമത്തെ വീഡിയോയിൽ ഞങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങണം എന്ന് എനിക്കുണ്ട്. സോ എനിവേ താങ്ക് യു വെരി മച്ച് ഗൈസ്. സോ ഇനി നമ്മൾ അധികം വലിച്ചു കിട്ടാണ്ട് നമുക്ക് നമ്മളെ മെയിൻ പരിപാടിയിലേക്ക് കടക്കാം. അതായത് നമ്മളെ എപ്പിസോഡ് 10 ഫസ്റ്റ് റൈറ്റിംഗ് നോക്കാം. കനവിന്റെ കായൽ എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്തതാണ്. ആരും അറിയാതെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില ഇഷ്ടങ്ങളില്ലേ, നഷ്ടപ്പെടുമെന്ന് ഭയക്കാതെ, സ്വന്തമാക്കണമെന്ന് വാശി പിടിക്കാതെ, ഓർക്കുമ്പോൾ ഒരു പുഞ്ചിരിക്കായി മാത്രം, അവകാശവാദങ്ങളില്ലാത്ത, പരാതികളില്ലാത്ത മനോഹരമായ ചില സ്വകാര്യങ്ങൾ. ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ റൈറ്റിംഗ് ആണ്. പക്ഷേ ഇതിൽ പറയുന്ന കാര്യമുണ്ടല്ലോ, പുറത്ത് പറയാത്ത ഇഷ്ടത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യില്ല. കാരണം നമുക്കൊരാളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ തുറന്ന് പറയണം. കാരണം നമ്മൾ പറയാൻ എത്രത്തോളം വൈകുന്നോ അത്രത്തോളം നമ്മൾ ചെയ്യുന്നത് ഒരു മണ്ടത്തരമൊക്കെ ആയിട്ട് പോകും, ഒരു അബദ്ധമാണ്. കാരണം നമ്മൾ എത്രത്തോളം നാളെ എന്ന് പറഞ്ഞ് നീണ്ടു കൊണ്ടുപോകുന്ന ആ ഒരു സമയത്ത് അവിടെ വേറെ ആൾക്കുള്ള ചാൻസ് ഉണ്ട്. ഈ സമയത്ത് കുറെ ആൾക്കാർ പറയും ലൈക്ക് നമുക്ക് വിധിച്ചാണെങ്കിൽ എവിടെയും പോകില്ലെന്ന്. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു ട്രൈ എങ്കിലും അവിടെ നടത്തിയിട്ടുണ്ടാവണം. നമ്മൾ ഒരു ട്രൈ നടത്താതെ വേറെ ആൾ വന്ന് മറ്റാളെ സ്വന്തമാക്കി കഴിഞ്ഞിട്ട് നമ്മൾ പറയുകയാണ് ഞാൻ കുറേ വർഷം സ്നേഹിച്ച് നടന്നേനി പക്ഷെ എനിക്ക് കിട്ടില്ല. അപ്പോൾ ഒരാൾ ഒന്ന് ചോദിക്കുകയാണ് ഇഷ്ടം എനിക്ക് തുറന്ന് പറഞ്ഞിരുന്നു, അപ്പോൾ ഇല്ലാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇഷ്ടം തോന്നിയാൽ പറയണം. ഞാൻ എതിർക്കുന്നു. ഇഷ്ടം തോന്നിയാൽ പറയണം. പക്ഷെ റൈറ്റിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ ഇതിന് സച്ച് എ ബ്യൂട്ടിഫുൾ വേർഡ്സ്. കാരണം ആരും അറിയാതെ നമ്മൾ ഒരാളോട് ഒരു ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ അയാളെ ശ്രദ്ധിക്കും, ഒബ്സർവ് ചെയ്യും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട്. അതുമല്ല നമ്മൾ ചിലപ്പോൾ തുറന്നു പറയാത്തതിൽ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടാകും. ബട്ട് സ്റ്റിൽ പറയണം, തുറന്ന് പറയാൻ വേണം. പിന്നെ ആ ആളെ കുറിച്ച് നമ്മൾ എപ്പോൾ ആലോചിക്കുമ്പോഴോ നമ്മളെ മനസ്സിലൊരു ചിരി വരും. അത് ഈ റൈറ്റിങ്ങിന്റെ സത്യാട്ടോ. നമ്മൾ വളരെ സീക്രട്ട് ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾ, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ആരും അറിയാതെ പ്രണയിക്കുന്ന ആ ഒരാളുടെ പേര്, മുഖം മനസ്സിലിങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളൊരു ചിരിയിരിക്കും. ശരിയല്ലേ? അങ്ങനെ നോക്കുമ്പോൾ അടിപൊളി റൈറ്റിംഗ് ആണ്. പക്ഷെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ഇഷ്ടം തോന്നിയാൽ പറയണം. അടുത്തത് ചിറക് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ. ജീവിതമല്ലേ, ജയിക്കും, തളരും, എന്തു വന്നാലും മുന്നോട്ട്. എന്ത് വന്നാലും മുന്നോട്ട് പോവാം. ലൈഫിൽ പല പ്രശ്നങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കേണ്ടി വരും. പക്ഷേ ലൈഫ് എവിടെയും നിൽക്കൂല. കുറെ ആളുകൾ പറയാറുണ്ട് എൻ്റെ ലൈഫ് സ്റ്റക്കായി. ലൈഫ് എവിടെയും സ്റ്റക്കാവുന്നത് മൈൻഡ് സെറ്റാണ്. നമുക്ക് തോന്നുകയാണ് എൻ്റെ ലൈഫ് സ്റ്റക്കായിപ്പോയി. നമ്മൾ ആരും ലൈഫ് സ്റ്റക്കാവുന്നില്ല. രാവിലെ ഉച്ച ആകുന്നുണ്ട്, ഉച്ച വൈകിട്ടാകുന്നുണ്ട്, വൈകിട്ട് രാത്രി ആകുന്നുണ്ട്, പിറ്റേന്ന് ഒരു ദിവസം പുതിയതാകുന്നുണ്ട്. എവിടെ ലൈഫ് സ്റ്റക്കാവുന്നത്? ലൈഫ് സ്റ്റക്കായി എന്ന് നമ്മൾ വിശ്വസിക്കുന്നിടത്ത് നമ്മളെ മൈൻഡ് സെറ്റാണ് സ്റ്റക്കാവുന്നത്. ലൈഫ് എവിടെയും ആരും സ്റ്റക്കാവുന്നില്ല. സോ ജയിക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണ് ജീവിതം എന്നൊരിക്കലും വിശ്വസിക്കരുത്. തോൽവികൾ വരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുത്തലുകളും പാഠങ്ങളൊക്കെ നമുക്ക് ലൈഫിൽ വേണം. അതിനു വേണ്ടിയിട്ടാണ് തോൽവികൾ വരുന്നത്. തോൽവികളിൽ നിന്ന് പഠിക്കണം. ആ ഒരു പഠിക്കുന്ന കാര്യത്തിൽ നിന്ന് നമ്മൾ തിരിച്ചറിവുകളാണ് വളർച്ചയിലേക്കുള്ള ഏറ്റവും നല്ല മാർഗം. നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ തോറ്റിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചിന്തിക്കുക
പിന്നെ എന്താ അറിയോ, ആ തോൽവി എന്തുകൊണ്ട് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, അടുത്ത തവണ തോൽക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീണ്ടും ഫോക്കസ് ചെയ്യും. അങ്ങനെ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത്, അതിപ്പോൾ ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, ഒരു പ്രശ്നം വന്ന് ആ ഒരു പ്രശ്നം വരുന്ന സമയത്ത് കുറേ ആളുകൾ പറഞ്ഞ കേട്ടിട്ടുണ്ട്, ലൈഫ് ഭയങ്കര ബോറായി, ഇനി എനിക്ക് ലൈഫ് വേണ്ട, അല്ലെങ്കിൽ എൻ്റെ ഈ ജീവിതം എന്ന് പറയുന്നത് വേസ്റ്റ് ആയി പോയി എന്നൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പം ഞാനിങ്ങനെ അവരോടൊക്കെ ചോദിക്കും, ഒരൊറ്റ പ്രശ്നം വരുമ്പോൾ ഫുള്ള് നെഗറ്റീവ് മാത്രം, ലൈഫിൽ നെഗറ്റീവ്സ് മാത്രം ഫോക്കസ് ചെയ്ത് പറയുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് എന്തുകൊണ്ട് നമ്മളെ ലൈഫിൽ അനുഗ്രഹങ്ങൾ കാണുന്നില്ല? ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ നമ്മളെ ലൈഫിലുണ്ട്. നമ്മളൊക്കെ ജീവിക്കുന്നത് നൂറുകണക്കിന് ആളുകളുടെ സ്വപ്നമായ ജീവിതമാണ്. അതുപോലെ തന്നെ നമ്മളൊക്കെ ഈ ഭൂമിയിൽ ഇന്ന് നിൽക്കുന്നത് ഒരുപാട് അനുഗ്രഹങ്ങളോട് കൂടിയാണ്. അപ്പൊ എന്തുകൊണ്ട് ഇതൊന്നും കാണുന്നില്ല? നമുക്ക് ചെറിയൊരു സങ്കടം വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേനും നമ്മളില്ലാത്തൊരു കുറ്റങ്ങൾ നമ്മളെ ജീവിതത്തെ പറയുന്നില്ല. നമ്മളെ സ്വന്തം ലൈഫിനെ അങ്ങനെ കുറ്റപ്പെടുത്തി നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. എന്തുകൊണ്ട് നമുക്കുള്ള നല്ല കാര്യങ്ങൾ, പോസിറ്റീവായ കാര്യങ്ങൾ നമ്മൾ കാണാൻ ശ്രമിക്കുന്നില്ല ആ ഒരു സമയത്ത്? ലൈഫിനെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് ഒരു സെക്കൻഡെങ്കിലും ആലോചിക്കണം. 100 കാര്യങ്ങളിൽ 10% മാത്രമേ ചിലപ്പോൾ ഈ പറഞ്ഞ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കി 90% നമുക്കുള്ള പോസിറ്റീവ്സും ബ്ലെസ്സിങ്സും ആണ്. സോ ഫോക്കസ് ചെയ്യേണ്ടത് അതിലാണ്. പിന്നെ എന്ത് വന്നാലും മുന്നോട്ട് പോവാം. എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രശ്നം ആയിക്കോട്ടെ, എന്ത് വന്നാലും മുന്നോട്ട് പോവാം. എവിടെയും സ്റ്റക്കായി നിൽക്കാതിരിക്കാം. അടുത്തത്, ഇതെന്താ ഈ പേരൊക്കെ? ഇതൊക്കെ എങ്ങനെ അവർ പേരിടണേ? R1FADXYY, റിഫാദ് എന്നാണ് തോന്നുന്നുണ്ട് ഉദ്ദേശിച്ചത് പേര്. മറ്റേത് റിസ്വാനും ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൊളാബ് ചെയ്തിട്ടാണ്. ഒരു വീഡിയോ ആണ്, എന്താ നോക്കാം. വാട്ട് ക്യാൻ എ മാൻ ഡു ഫോർ ഹിസ് ഫാമിലി? എന്താല്ലേ ഓരോരുത്തർ കഷ്ടപ്പെടുന്നത്. സ്വന്തം കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇത്രയും എഫേർട്ട്, ഇത്രയും റിസ്ക് കൊടുക്കുന്നത്. ഞാൻ എടുക്കണ്ടല്ലോ പുറത്തൊക്കെ, ലൈക്ക് വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ അങ്ങനെ നോക്കും പുറത്തൊക്കെ ഓരോരുത്തർ പണിയെടുക്കുന്നത്. ഞാനിങ്ങനെ ആലോചിക്കും, അത്രയും ചുട്ടുപൊള്ളുന്ന വെയിലത്തൊക്കെ ഓരോരുത്തർ പണിയെടുക്കുമ്പോൾ സീരിയസ്ലി ഞാൻ ആലോചിക്കും, ഇവരൊക്കെ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്, അതായത് അത്രയും ചൂടത്തും അവർ ആ പണിയൊക്കെ എടുക്കുന്നത്, അതും റിസ്ക് ഉള്ള ജോലിയാണ് ചെയ്യുക. കുറേ ആളുകൾ അതൊക്കെ ചെയ്യുന്നത് അവരെ കാത്ത് വീട്ടിൽ കുറച്ച് ആളുകളുണ്ട്, അവരെ പ്രതീക്ഷയിൽ ജീവിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടല്ലേ? എത്ര കഷ്ടപ്പെട്ടിട്ട് എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് ഇവരൊക്കെ കുടുംബം പോറ്റുന്നതിലെ. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. കാരണം ഈ ആളുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ചിലപ്പോൾ ഒരുപാട് അസുഖങ്ങളും പല ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും അതൊന്നും പറഞ്ഞ് മാറി നിൽക്കാതെ, അവർക്കറിയാം അവർ മാറി നിന്നാൽ ആ കുടുംബം മുന്നോട്ട് പോകില്ല എന്ന്. ആ ഒരു എഫേർട്ട്, ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടാണ് അത്രയും എഫേർട്ട് എടുത്തിട്ട് അവർ രാവൊന്നും പകലൊന്നും ഇല്ലാണ്ട്, അതുപോലെ തന്നെ വെയിലത്താണെങ്കിലും മഴയത്താണെങ്കിലും ഒക്കെ അവർ ആ കിടന്ന് കഷ്ടപ്പെടുന്നത്. ചിലപ്പം അവരെ കാത്ത് ഒരു ഉപ്പ, ഒരു ഉമ്മ, അല്ലെങ്കിൽ ഭാര്യ, മക്കൾ, ഇവരൊക്കെ ഉണ്ടാവും. ഇവരുടെയൊക്കെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ ഒക്കെ പോട്ടെ, ഒരു നേരത്തെ ഭക്ഷണം വാങ്ങാൻ വരെ അത്രയും കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. സമ്മതിക്കണം, അവരൊക്കെ റെസ്പെക്ട് ചെയ്യണം ഇങ്ങനത്തെ ആളുകളൊക്കെ. ഇതിലിപ്പോൾ വാട്ട് ക്യാൻ എ മാൻ ഡു ഫോർ ഹിസ് ഫാമിലി എന്നാണ്. ബട്ട് ഐ തിങ്ക് മാൻ മാത്രമല്ല, ഇന്ന് ഒരുപാട് ആളുകൾ, ഇപ്പോൾ ലൈക്ക് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഒക്കെ അത്രയും കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന റിസ്ക് ഉണ്ടല്ലോ, ചില്ലർ റിസ്ക് അല്ല. ഒരു വീടിന്റെ മുകളിൽ ഒരു കല്ലുമായിട്ടാണ് അയാൾ നടന്നു പോകുന്നത്. അത്രയും റിസ്ക് എടുത്തിട്ട് പടച്ചോൻ കാക്കട്ടെ എല്ലാവരും. ആമീൻ. ആയുസ്സും ആരോഗ്യമൊക്കെ എല്ലാവർക്കും നൽകട്ടെ. ആമീൻ. അടുത്തത് വീണ്ടും, ഇതെന്താ ഈ പേരൊക്കെ ഇങ്ങനെ? ഇവരൊക്കെ ശരിക്കും നല്ലപോലെ ഒരു പേരിട്ടാ പോരെ? ഇവരിങ്ങനെയൊക്കെ പേരിടണോ? A4Hill.com, ആദിൽ.com എന്നാണ് ഉദ്ദേശിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് തോന്നുന്നു. A4Hill എന്നൊക്കെയാണ് ഇതിൽ കൊടുത്തത്. എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ അറിയോ, പൈസ ഇല്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ എന്നെ സഹായിച്ചവനാടാ നീ, മരിച്ചാലും മറക്കില്ല മച്ചു നിന്നെ. ഇതെനിക്ക് അത്രയും റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഒരു സമയത്ത് എൻ്റെ ബാങ്ക് ബാലൻസ് 0, എൻ്റെ കയ്യിൽ 10 പൈസ എടുക്കാനില്ലാത്ത സമയം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് പൈസ ചിലവാക്കി കുറച്ച് ആൾക്കാരുണ്ട്. ആ ആളുകളെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞാൻ എൻ്റെ ലൈഫിൽ ആ ആളുകൾ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം ആ ഒരു സമയം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ മോസ്റ്റ്
വൺ ഓഫ് ദ മോസ്റ്റ് ഹാർഡസ്റ്റ് പാട്ടായിരുന്നു. ആ കടന്നു പോകുന്ന സമയത്ത് നമ്മളെ മുന്നിൽ വരുന്ന ആളുകൾ, നമ്മളെ സഹായിക്കാൻ വരുന്ന ആളുകളൊന്നും നമുക്ക് ഒരു കാലത്തും മറക്കാൻ പറ്റില്ല. ചില ആളുകൾ മറന്നതുപോലെ അഭിനയിക്കും, പക്ഷെ മറക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. കാരണം ലൈഫിലെ ദ മോസ്റ്റ് അല്ലെങ്കിൽ ദ വേഴ്സ്റ്റ് സിറ്റുവേഷൻ, ദ ഹാർഡസ്റ്റ് പാർട്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അതാണ് നമ്മളെ ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ലെസൺ എന്ന് പറയുന്നത്. സോ ആ ഒരു സമയത്ത്, ആ ഒരു പാഠം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റും വന്ന ആളുകൾ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഹെൽപ്പിന് വന്നൊരു കൈ, ആ ആളുകളെ ഒരു കാലത്ത് നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല. കാരണം ആ ഒരു സമയത്ത് ആ ആളുകൾ തന്നൊരു സമാധാനമുണ്ട്, വേറെ ആരും നമുക്ക് തരാത്തൊരു സമാധാനം. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് വരെ മറക്കാൻ കഴിയില്ല. എനിക്ക് അത്രയും റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു റൈറ്റിങ്. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യം. അടുത്തത് എൻ്റെ ലോകം ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ, പ്രയാസങ്ങളൊന്നുമില്ലാതെ ഈ കാത്തിരിപ്പ് ഹയറാക്കി തരണേ റബ്ബേ ഇൻഷാ അല്ലാഹ്. കാത്തിരിക്കുന്ന ആളുകൾക്കൊക്കെ അത് മനോഹരമായി തന്നെ ആ കാത്തിരിപ്പിനൊരു അവസാനം കിട്ടട്ടെ, അല്ലെങ്കിൽ ആ ഒരു കാര്യം നടക്കട്ടെ, യാഥാർത്ഥ്യമാകട്ടെ. കാരണം സത്യസന്ധമായ ഒരു കാത്തിരിപ്പാണെന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അത് അത്രയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പടച്ചവനായി തരും, അതിൽ വിശ്വസിക്കുക. ആൻഡ് അത് നല്ലതാണെങ്കിൽ സംഭവിക്കട്ടെ. ചിലതൊക്കെ നമ്മളെ ലൈഫിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും, കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും. ആ ഒരു കാര്യം ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ചിലപ്പോൾ നല്ലതിനാവില്ല, അത് പോയതാവും ചിലപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത്. അങ്ങനെയും വിശ്വസിക്കണം. അതേ സ്ഥാനത്ത് നമ്മൾ അത്രയും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് ഹയർ ആണെങ്കിൽ അത് കറക്റ്റ് ടൈമിൽ കറക്റ്റായ രൂപത്തിൽ വളരെ മനോഹരമായിട്ട് സംഭവിക്കട്ടെ. അടുത്തത്, ഇവരൊക്കെ പേരെന്താ ഇങ്ങനെ ഇടുന്നത്? ഈ പേരെന്താപ്പോ ബാക്കിയുള്ള പേജ് പോലെ എനിക്ക് തീരെ വായിക്കാൻ കഴിയില്ല. SH4MX, ഈ പേര് ഞാനിപ്പോ എന്താ വായിക്കുക? സ്റ്റോറീസ് ഉണ്ട്, അപ്പുറത്തെ കൊളാബ് ചെയ്ത പേജും അതേപോലെ തന്നെ SH4 ഫിലിംസ്. ഒരു ഐഡിയയും കിട്ടില്ല എനിക്ക് ഇതെന്താ റിയൽ നെയിം എന്ന്. ഇതൊരു വീഡിയോ ആണ്, സ്റ്റാർട്ടിങ് എനിക്ക് മിസ്സായിപ്പോയി. എന്താ പറയാ, നിന്നോട് തോന്നിയ സ്നേഹം കള്ളമായിരുന്നെങ്കിൽ ഒരിക്കലും നിനക്ക് വേണ്ടി എൻ്റെ കണ്ണുകൾ നിറയില്ലായിരുന്നു. ശരിയല്ലേ? അത് സത്യാട്ടോ. അതായത് നിങ്ങൾ ആരെങ്കിലും ഒരാളെ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് എന്തെങ്കിലും കാരണം കൊണ്ട് പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ആള് ചിലപ്പോൾ നിങ്ങളോട് പറയണം, അല്ലെങ്കിൽ ആ ആൾ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം എന്താ പറയാ, ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ആൾ നിങ്ങളോട് എന്ത് പറയുകയാണെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു പറയാൻ പറ്റുന്നൊരു കാര്യമാണത്. ആ ഒരു രൂപത്തിൽ തന്നെ അത് എഴുതിയത്. അത് എപ്പുറത്ത് നിൽക്കുന്ന ആള് അപ്പുറത്ത് നിൽക്കുന്ന ആളോട് പറയുന്ന രൂപത്തിലാണ് ഇത് എഴുതിയത്. നിന്നോട് തോന്നിയ സ്നേഹം കള്ളമായിരുന്നെങ്കിൽ ഒരിക്കലും നിനക്ക് വേണ്ടി എൻ്റെ കണ്ണുകൾ നിറയില്ലായിരുന്നു. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ? നമ്മൾ ഒരാൾക്ക് വേണ്ടി കരയണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നെങ്കിൽ ഇമോഷണലി അത്രയും അറ്റാച്ച്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അയാൾ നമ്മളെ ലൈഫിൽ അത്രയും ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആയിരിക്കണം. അയാളുടെ ലൈഫ് സ്റ്റോറി ഒന്നെങ്കിൽ നമ്മളുമായിട്ട് അത്രയും കണക്റ്റഡ് ആയിരിക്കണം. നമുക്ക് ദേഷ്യം തോന്നുന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴാണ് കരയാന്നത്? അയാളെ വേർപാടിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസിലൊക്കെ അത്രയും ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് നമ്മൾ അറിയുമ്പോഴേ നമ്മൾ കരയുള്ളൂ. അല്ലാണ്ട് നമുക്ക് ദേഷ്യം തോന്നുന്ന ഒരാളോട് നമ്മൾ വെറുതെ ലൈക്ക് ഒരു വേറൊരു കാര്യത്തിൽ നമ്മൾ കരയൂല. നമുക്ക് ദേഷ്യം തോന്നുന്ന അയാൾ ലൈക്ക് നമ്മളെല്ലാം ഒരു കണക്ഷൻ വിട്ടുപോയി, നമുക്ക് ഒരിക്കലും സങ്കടം വരുന്നില്ല, നമ്മൾ കരയൊന്നുമില്ല. നമ്മൾ അങ്ങനെ കരയണമെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെയോ ആഗ്രഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ആളെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് നമ്മളെ കണ്ണെന്നറിയുള്ളൂ. കണ്ണീരിന് അങ്ങനെ ഒരു കാര്യമുണ്ട്. കണ്ണീര് വെറുതെ വരില്ല ആർക്കും, എന്തെങ്കിലും ഒരു വാലിഡ് റീസൺ ഉണ്ടാവും. അടുത്തത്, ഈ പേരൊക്കെ ഞാൻ എന്താ വായിക്കുക? സഹൽ എന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2SAHL. അങ്ങനെ ഇവർക്കൊക്കെ പ്രോപ്പർ നെയിം കൊടുത്താൽ പോരെ? എന്തായാലും ഒരു വീഡിയോ. സമയം കിട്ടുമ്പോൾ സന്തോഷിച്ചോ, പിന്നെ അതിന് സമയം കിട്ടിയെന്ന് വരില്ല. ശരിയാ, ഇപ്പോ ഈ നിമിഷം അതേ നമുക്കൊക്കെ സ്വന്തമായിട്ടുള്ളൂ. അടുത്ത സെക്കൻഡ് പോലും നമുക്കൊന്നും സ്വന്തമായിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. പ്രസന്റിൽ ഇപ്പം നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് മാക്സിമം നല്ല രീതിയിൽ ജീവിക്കുക, ഹാപ്പി ആയിട്ട് ജീവിക്കുക, സമാധാനത്തോടെ ജീവിക്കുക. ആ കാര്യങ്ങൾ മാത്രം
എന്താ പറയാ നമുക്ക് സ്വന്തം എന്ന് പറയാനുള്ളൂ. നമ്മളെ പാസ്റ്റ് നമ്മളെ കയ്യിൽ നിന്ന് പോയി, നമ്മളെ ഫ്യൂച്ചർ നമുക്ക് ഉണ്ടോ എന്നൊന്നും നമുക്കൊരു ഉറപ്പില്ല. നമ്മൾ ജസ്റ്റ് ലൈക്ക് ഒരു ഹോപ്പ്, ഒരു എക്സ്പെക്ടേഷനിൽ മാത്രം നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അലാം വെക്കുന്നുണ്ട്. നമ്മൾ എന്തുറപ്പിൽ അലാം വെക്കുന്നത്? നാളെ ഒരാളെ മീറ്റ് ചെയ്യാൻ നമ്മൾ വാക്ക് കൊടുക്കുന്നുണ്ട്, എന്തുറപ്പിൽ? മറ്റന്നാൾ അവിടെ പോവാൻ നമ്മൾ ഒരാളോട് പറയുന്നുണ്ട്, എന്തുറപ്പിൽ? ലൈക്ക് ഇതൊന്നും നമുക്കൊരു ഉറപ്പില്ലാത്ത കാര്യങ്ങൾ, പക്ഷേ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ റിയാലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു സമയം, ഇന്ന് എന്ന് പറയുന്ന ഈ ഒരു ദിവസത്തിലെ ഈ ഒരു സമയം മാത്രമാണ് നമുക്കൊക്കെ സ്വന്തമായിട്ടുള്ളത്. ആ ഒരു ബോധം, ആ ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണം. സോ പറ്റുന്ന അത്രയും ഓക്കെ ആയിട്ടും പറ്റുന്ന അത്രയും എന്താ പറയുക ഹാപ്പി ആയിട്ടൊക്കെ മാക്സിമം ജീവിക്കുക. ഇതിൽ പറയുന്ന പോലെ തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ സന്തോഷിക്കുക. കാരണം പിന്നെ നമ്മൾ സന്തോഷിക്കണം എന്ന് വിചാരിക്കുന്ന നമ്മൾ ചിലപ്പോൾ സമയം കിട്ടണമെന്നില്ല, ചിലപ്പോൾ നമുക്ക് ആയുസ് ഉണ്ടാകണമെന്നില്ല. ശരിയല്ലേ? അടുത്തത് ZAC.FT എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ, കരയിച്ച ഓരോ കഥയ്ക്ക് പിന്നിലും കൊതിപ്പിച്ച ഒരു സ്വപ്നമുണ്ട്. വീണ്ടും ഓർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ്, എന്നും ഓർക്കുന്നു ഞാൻ. ഒരാൾക്ക് വേണ്ടി ഒരാൾ അത്രയും ചങ്കൂട്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആളുടെ മനസ്സിൽ പറയാനൊരു വലിയ കഥ ഉണ്ടാവും. നഷ്ടപ്പെട്ടതിൻ്റെ കഥ. സത്യമാണ് കേട്ടോ അത്. നമ്മളെ മനസ്സിൽ തട്ടിയിട്ട് ഒരാൾ ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുക. നമ്മളെ മനസ്സിൽ കൊണ്ട് നടന്ന അത്രയും ഡീപ്പ് കണക്ഷനിൽ നമ്മളൊക്കെ എന്താ പറയുക ആയിപ്പോയ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റ് ലൈക്ക് എന്താ പറയുക ചിലപ്പോൾ നമുക്ക് ആ ഒരാളായിട്ട് കിട്ടിയില്ല, ആ ഒരാൾ നമുക്ക് നമ്മളെ ലൈഫിൽ കിട്ടില്ല എന്ന് വിചാരിക്കുക. ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ച് ഭയങ്കര ഹാർഡാണ്. ആ ഒരു സമയത്ത് നമ്മളെ കണ്ണിൽ നിന്ന് വരുന്നൊരു കണ്ണീരുണ്ട് മാൻ. ആ ഒരു കണ്ണീര് ഇപ്പം എന്താ പറയാ, ആ ഒരു സമയത്ത് ആ ഒരു കണ്ണീരിനുണ്ടല്ലോ, സത്യം പറയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ണീരിന് പറയാനുള്ളത് ഒരു കഥ ഉണ്ടാവും. ഒരു കഥ എന്ന് പറയുന്നത് സ്വപ്നങ്ങളുടെ കഥ. ആ രണ്ടു പേര് കണ്ട ഒരു സ്വപ്നം ഉണ്ടാവും, ജീവിക്കാൻ വേണ്ടി കണ്ടൊരു സ്വപ്നം. അതിന്റെ കഥ ഒന്നും പറഞ്ഞു തുടങ്ങിയ സത്യം പറഞ്ഞാൽ തീരൂല. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിൽ ആ ഒരു റൈറ്റിംഗ് പറഞ്ഞത്, കരയിച്ച ഓരോ കഥയ്ക്ക് പിന്നിലും കൊതിപ്പിച്ചൊരു മുഖമുണ്ട്. സത്യമല്ലേ? 100% ട്രൂത്ത് ആണത്. അടുത്തത് ഈശോ വൈബ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്ത, ഒന്നുമില്ലായ്മയിൽ നിന്നായിരുന്നു തുടക്കം, പിന്നെ എന്തിനു പേടിക്കണം. എന്റെ മോനെ വല്ലാത്ത റൈറ്റിംഗ് കേട്ടോ. കോൺഫിഡൻസ് ഇല്ലാതെ സ്റ്റക്കായി പോയി നിൽക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഞാൻ തോറ്റുപോയോ എന്ന സംശയത്തിൽ നിൽക്കുന്ന ആളുകൾ, ഞാൻ തോറ്റു പോകുമോ എന്ന പേടിയിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ കറക്റ്റ് കോട്ടാണ് അല്ലെങ്കിൽ കറക്റ്റ് റൈറ്റിംഗ് ആണ്. ഒന്നുമില്ലായ്മയിൽ നിന്നായിരുന്നു തുടക്കം, പിന്നെ എന്തിനു പേടിക്കണം. നിങ്ങളൊക്കെ ഇപ്പം ഈ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലൈക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റക്കായി നിൽക്കുന്ന ഈ ഒരു പോയിന്റിലാണെങ്കിൽ, തോറ്റു പോകുമോ എന്ന പേടിയും അല്ലെങ്കിൽ തോറ്റ് നിൽക്കുന്ന ഒരു സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കി, മനസ്സറിഞ്ഞ് ഇതൊന്ന് വായിച്ചു നോക്കുക. ഒന്നുമില്ലായ്മയിൽ നിന്നായിരുന്നു നിങ്ങളുടെ ഒക്കെ തുടക്കം, പിന്നെ എന്തിനാ പേടിക്കുന്നത്. അവിടെ നിന്ന് ഇവിടെ വരെ എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇനി എവിടെ വരെ എത്താൻ പറ്റും? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സീറോ വന്നാവും. അതിപ്പോ ലൈക്ക് കുറെ ആളുകൾ പറയാറുണ്ട്, ഫാമിലി ബിസിനസ് കൈമാറി വന്നതാണ് അങ്ങനെ പൈസക്കാരനായെന്ന്. ഈ കൈമാറി വരുന്ന ഫാമിലി ബിസിനസ് പുതിയ ഒരാളെ ഏറ്റെടുക്കുമ്പോൾ അയാളെ സംബന്ധിച്ച് അത് സീറോന്ന് അയാൾ തുടങ്ങണം. ശരിയല്ലേ? അതായത് ഒരാള് ഒരു ബിസിനസ്സിലേക്ക് പുതിയതായിട്ട് ഒരു ഫാമിലി മെമ്പർ കടന്നു വരുന്ന സമയത്ത് അയാള് അവിടെ ഒരു സീറോ എന്ന് പറയുന്ന ഒരു നമ്പറിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് അയാൾ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി, ആ ഒരു സിസ്റ്റം മനസ്സിലാക്കി, അവിടുന്ന് പിന്നെ റീബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് കൊണ്ടുവരണം. അവർക്ക് വരെ ആ ഒരു സമയത്ത് ഒരു ഒന്നുമില്ലായ്മ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഫാമിലി ബിസിനസ്സുകൾ വരെ കൈമാറി വരുന്ന ആളുകൾക്ക് ഒരു ഒന്നുമില്ലായ്മ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ ഒരു സമയത്ത് അങ്ങനെ ഒരു ഫാമിലി ബിസിനസ് പോലും അല്ലാതെ തുടങ്ങിയ പല കാര്യങ്ങളും സ്വപ്നം കണ്ട് തുടങ്ങിയ നിങ്ങളൊക്കെ എവിടെ വരെ എത്തും? അതായത് നിങ്ങൾക്ക് അങ്ങനെ കൈമാറി വന്നതുപോലെയല്ല, നിങ്ങളെ സ്വന്തം ഐഡിയയിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കോൺഫിഡൻസിൽ നിങ്ങൾ ബിൽഡ് ചെയ്തൊരു കാര്യം,
അത് ഒരു പോയിന്റ് എത്തിയ സമയത്താണ് നിങ്ങളിപ്പോൾ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നതും തോറ്റുപോയി എന്ന് പേടിച്ച് നിൽക്കുന്നതൊക്കെ. ഒന്നുമില്ലായ്മ നിങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പം ഈ ഒരു പോയിന്റിനെ നിങ്ങൾക്ക് എത്ര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും? അത് എന്തുകൊണ്ടാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുകയാണെങ്കിൽ മൈൻഡ് സെറ്റാണ്. മൈൻഡ് സെറ്റാണ് ലൈക്ക് അവിടെ സ്റ്റക്കായി പോകുന്നത്. അതൊന്ന് റീസ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. യെസ് ഗൈസ്, ട്രസ്റ്റ് മീ. അപ്പം നമുക്ക് അടുത്ത കോട്ട് നോക്കാം. ഇതാണ് എപ്പിസോഡ് 10 ലാസ്റ്റ് റൈറ്റിംഗ് കേട്ടോ. മണ്ടൻ ശംഭു ഒഫീഷ്യൽ എന്ന് പറയുന്നൊരു പേജും ദ ബ്ലാക്ക് SH എന്ന് പറയുന്നൊരു പേജുമായിട്ട് കൊളാബ് ചെയ്തിട്ടാട്ടോ ഒരു വീഡിയോ ആണ്. നമ്മൾ എന്താണോ മറക്കാൻ ആഗ്രഹിക്കുന്നത് അതായിരിക്കും നമ്മൾ കൂടുതൽ ഓർക്കുന്നത്. ശരിയല്ലേ? 100%. ഇതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഇത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്കത് മറക്കാൻ പറ്റാത്തത്. ഒരു കാര്യത്തെ നമ്മൾ മറക്കണം എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. നമുക്ക് മറക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. മറക്കണം എന്ന് നമ്മൾ പറയുന്നതിനനുസരിച്ച് നമ്മൾ വീണ്ടും 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 ആ കാര്യം ഓർക്കുകയാണ്. അതൊരിക്കലും നമുക്ക് ആ സമയത്ത് മറക്കാൻ പറ്റില്ല. നമുക്കൊക്കെ ഉണ്ടല്ലോ ഏറ്റവും പറ്റുന്ന വലിയൊരു അബദ്ധമാണത്. ഒരു കാര്യം മറക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഫോക്കസിങ് അതിന് കൊടുക്കും. എന്തിന്? അങ്ങനെ കൊടുക്കരുത്, അങ്ങനെ കൊടുക്കാൻ പാടില്ല. കാരണം ഇതെന്നാണ് മനസ്സിക്ക് വരിക, മറക്കണം. അപ്പോൾ നമ്മൾ ഓർത്തുകൊണ്ടോ പറയണത്. ഓക്കെ, മറക്കണം നമ്മൾ പറയണത്. അപ്പൊ നമ്മളെ മനസ്സ് നമ്മളോട് ഇൻഡയറക്റ്റ്ലി ചോദിക്കുന്നത് എന്താണ് മറക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇപ്പുറത്തുനിന്ന് ഒരു സൈഡ് പറയും ഇതാണ് മറക്കേണ്ടത്. അപ്പൊ ഇപ്പുറത്ത് നമ്മൾ വീണ്ടും ഓർക്കല്ലേ. ഇതുകൊണ്ടാണ് ഈ ഒരു ക്ലാഷ് വരുന്നത് കൊണ്ടാണ് നമുക്കത് മറക്കാൻ പറ്റാത്തത്. ഇങ്ങനത്തെ മറക്കണം എന്നുള്ള ഈ ഒരു തോട്ട് ഒഴിവാക്കിയിട്ട് മറക്കേണ്ട കാര്യങ്ങൾ അങ്ങോട്ട് മറന്നോളും. അതിന് പ്രത്യേകിച്ച് നമ്മളായിട്ടൊരു എഫേർട്ട് കൊടുത്തിട്ട് മറക്കണം എന്ന് ആലോചിക്കൊന്നും വേണ്ട. മറക്കേണ്ട കാര്യങ്ങൾ ഒരു ഫ്ലോയിൽ അങ്ങനെ മറന്നു പോകും. നിങ്ങളിപ്പോൾ എത്ര കാര്യങ്ങൾ മറന്ന്? നിങ്ങളുടെ ലൈഫിൽ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും നടക്കുന്ന ഈച്ച് ആൻഡ് എവറി പോയിന്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടല്ലോ. കുറേ കാര്യങ്ങൾ മറന്നില്ലേ? ഇതൊക്കെ നിങ്ങൾ മറക്കണം എന്ന് വിചാരിച്ചിട്ട് മറന്നാണോ? അല്ലല്ലോ. ഒരു ടൈം ആകുമ്പോൾ ഇങ്ങനെ മറന്നു വന്നിട്ട് പോകും. അങ്ങനെ പൊയ്ക്കോളും. അതല്ലാതെ വെറുതെ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ട് ഒന്നും മറക്കാൻ നിൽക്കണ്ട. ഇതിൽ കൊടുത്തത് ഭയങ്കര ലൈക്ക് ഒരു ഇമോഷണൽ കണക്ഷനോട് കൂടിയുള്ള ഒരു വീഡിയോ ഒക്കെ വെച്ചിട്ടുള്ള റൈറ്റിംഗ് ആട്ടോ. അതായത് ഒരാളെ മറക്കുന്ന ഒരു മീനിങ് ആണ് ഇതിൽ കാണിച്ചത്. ഒരാളെ നമ്മൾ മറക്കണം എന്ന് എത്രത്തോളം ആഗ്രഹിക്കുന്നു നമുക്ക് ഒരിക്കലും അയാളെ മറക്കാൻ കഴിയില്ല. അയാളുമായിട്ടുള്ള ഓർമ്മകൾ നമ്മളെ മനസ്സിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. കാരണം നമ്മൾ മറക്കല്ലേ ചെയ്യുന്നത്, നമ്മൾ ആത്മാർത്ഥമായിട്ട് ഓർക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മറക്കാൻ പറ്റാത്തത്. ഗൈസ്, അപ്പൊ ഇതൊക്കെയാണ് എപ്പിസോഡ് 10 കംപ്ലീറ്റ് റൈറ്റിങ്സും കോഡ്സ് ഒക്കെ വരുന്നത്. എനിവേ, ഇന്നത്തെ എപ്പിസോഡ് എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്, ഭയങ്കര ഫേവറേറ്റ് ആണ്. ബിക്കോസ് 10ാമത്തെ എപ്പിസോഡാണ്. എങ്ങനെ സന്തോഷമില്ലാണ്ടിരിക്കും, മാഷാ അല്ലാഹ്. പിന്നെ അതുമല്ല, ഇന്ന് നമ്മൾ വായിച്ച റൈറ്റിങ്സ് കോഡ്സ് ഒക്കെ ഇത് പോസ്റ്റ് ചെയ്ത പല പേജുകളുടെ പേരും എനിക്ക് ഇതുവരെ മര്യാദയ്ക്ക് വായിക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഇവരുടെ റൈറ്റിങ്സ് ഒന്നിനൊന്ന് അടിപൊളിയാട്ടോ. ഇതിപ്പം ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുണ്ട്, ഫാമിലിനെ കുറിച്ചുണ്ട്, അതുപോലെ തന്നെ പാർട്ട്നേഴ്സിനെ കുറിച്ച്, കോൺഫിഡൻസിനെ കുറിച്ച്, നമ്മൾ തകർന്നു പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റിയ കോഡ്സ്, റിലേഷൻഷിപ്പുള്ള ആളുകൾക്ക് വായിക്കാൻ പറ്റുന്ന കോഡ്സ്, ഫ്രണ്ട്ഷിപ്പിലുള്ള ആളുകൾക്ക് വായിക്കാൻ പറ്റുന്ന കോഡ്സ്, എന്തിന് ഫാമിലീസുള്ള ആളുകൾക്ക് അത്രക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കോഡ്സ്. എപ്പിസോഡ് 10 എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ ഇത്രയും ബ്യൂട്ടിഫുൾ ആവാനുള്ള പ്രധാന കാരണം ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ കോഡ്സും റൈറ്റിങ്സും ആൻഡ് എനിക്ക് സപ്പോർട്ട് തരുന്ന നിങ്ങളുമാണ് ഗൈസ്. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും ഞാൻ പറയുന്നു, എനിക്ക് നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ തുടർന്നും ഈ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പല വീഡിയോസും പല റൈറ്റിങ്സും കോഡ്സൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കാം. ഞാൻ വീണ്ടും പറയുന്നത്, ഇതിൻ്റെയൊക്കെ ഷോർട്സും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്, മെസ്സേജും കോമന്റ് ഒക്കെ അതിലും ഷോർട്സിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് എനിക്കറിയാം. എന്നാലും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷോർട്സും കയറി കാണണം. പിന്നെന്താ, അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ എപ്പിസോഡ് 11 നമുക്ക് കാണാം. ബൈ.